ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് പറയുന്ന കേട്ടോളൂ. വെക്ക് ഇതൊക്കെ ഇവരുടെ ചില കിതാബുകളിൽ നിന്ന് ഇബ്നു ഹജർ ഹൈതമിയെ പോലെ വളരെ അക്രമകാരികളായിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനോട് പെരുമാറിയിട്ടുള്ള ആളുകളുടെ കിതാബ് വായിച്ചിട്ട് ആണ് ഇവര് പേച്ചുപോയത്. ഈ പേരോടിനെ പോലത്തെ ആളുകൾ ഒരു കാലത്ത് ഞാനും പേച്ചുപോയത് അതൊക്കെ വായിച്ചിട്ടായിരുന്നു. അതൊക്കെ നമ്മൾ സമുദായത്തിന് മുമ്പിൽ തള്ളി. അവരത് കേട്ടു പഠിച്ചു. ഇബ്നു തൈമിയ എന്ന് കേട്ടാൽ തന്നെ ഒരു ശൈത്താനാണ് എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഇവർ അവതരിപ്പിച്ചു. പിന്നീട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ മൂർച്ഛം കൂടി, അതായത് മൂത്ത് പോത്തു എന്ന് പറഞ്ഞില്ലേ, സമസ്ത എന്ന് പറയുന്ന ആ കുഫ്രിയത്തിന്റെ വിത്ത്, ആ വിഷവിത്ത് വളർന്ന് വലുതായി ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, കായ്ക്കനികൾ വന്നു, അത് മൂത്തു, ഇപ്പൊ പഴുത്തു, ഇനി ചീഞ്ഞ് നാറാനിരിക്കുന്ന. അപ്പൊ ഇതിങ്ങനെ മൂത്ത് പഴുത്തപ്പോ ഇതെല്ലാം കൂടി നാട്ടുകാർ അറിഞ്ഞാൽ വലിയ വിഷമല്ലേ? ഈ മതത്തിൽ നിന്ന് എല്ലാവരും കുടി കഴിഞ്ഞ് പോവില്ലേ എന്ന ബേജാറും വിഷമമൊക്കെ ഉണ്ടായപ്പോൾ കുറെ ആളുകൾ അതിന് മറുപടി പറയാൻ വേണ്ടി, ഞാൻ പറയുന്നത് കുരുവട്ടൂരികളെ കുറിച്ചാണ്, ഒറിജിനൽ സമസ്തക്കാരായ കുരുവട്ടൂരികളെ കുറിച്ച്. അപ്പൊ ഈ ഒറിജിനൽ സമസ്തായിസം സമൂഹത്തിൽ ഇങ്ങനെ തള്ളി മറിക്കുമ്പോ ആളുകൾ മുഴുവനും ഇത് വിട്ടുപോകില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനൊരു അടക്കം കെട്ടണം. ഇവര് വിളിച്ചു പറയുന്ന ഇബ്നു ഹജർ ഹൈതമി, അബ്ദുൽ വഹാബ് ഷാറാനി, യൂസുഫ് നബഹാനി, ഇവരെ പിന്നെ അതുപോലെ ഇസ്മായിൽ ഹിക്കി, റൂഹുൽ ബയാനല്ലേ, ഈ മാതിരി പാള കിതാബ് എന്നാണ് ഇവര് വിളിച്ചു പറയുന്നത്. ഈ പാള കിതാബാണെങ്കിലോ പേരോടിനെ പോലത്തെ ആൾക്കാർ നേരത്തെ ഈ സമുദായത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള വാദപ്രതിവാദ സ്റ്റേജിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അട്ടിക്കിടുന്ന കിതാബുകളാ. ഈ കിതാബ് നോക്കിയിട്ടാണ് ഈ കുരുമക്കള്, ഈ സമസ്ത മതം മൂത്ത് പഴുത്ത് ചീഞ്ഞ് നാറാനിരിക്കുന്ന ഈ കുരുമക്കൾ എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. അപ്പൊ അതിനിപ്പോ ഈ മറുപടി എങ്ങനെ പറയാ? അതിന് മറുപടി പറയുന്നത് എന്തിന്? സമസ്തയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ഐക്യകണ്ഠേനയാണ് ഇപ്പൊ പറയുന്നത്. അന്ന് സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ? ബിദ്അത്തിനെ പ്രതിരോധിക്കാനല്ലേ, ഇബ്നു തൈമിയെ പ്രതിരോധിക്കാൻ. ആ രൂപത്തിൽ തന്നെ അല്ല, അതിലും ശക്തമായി നിലകൊള്ളുന്നത് സാവിയത്തു സൂഫിയാണ് എന്നത് പ്രതിയോഗികൾക്ക് വരെ പറയേണ്ടി വരികയാണ്. ഇനിയിപ്പോ നമ്മൾ 100-ാം വാർഷികം നടത്തണമെന്നാ. നമ്മളതിന് 100-ലല്ലല്ലോ, നമ്മൾ 1500-ലല്ലേ ഉള്ളത്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പഠിപ്പിച്ച ദീൻ, ഇമാമുന ശാഫിഈ തങ്ങൾ പഠിപ്പിച്ച ദീൻ, ഔസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി, അവിടെ നിന്നങ്ങോട്ട് തുടങ്ങിയിട്ട് മശായിഖുമാർ പഠിപ്പിച്ച ദീൻ, ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ, സുൽത്താനുൽ ആരിഫീൻ, മഹാനരായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉപ്പാപ്പ, ഇന്നും ആ വഴിയിൽ സഞ്ചരിക്കുന്ന സയ്യിദുനാ യഹ്യൽ ബുഖാരി, കാലഘട്ടത്തിന്റെ മശായിഖുമാർ, പകരം വെക്കാനില്ലാത്ത വന്യരായ ശൈഖുന, അവരെല്ലാം പഠിപ്പിക്കുന്ന പരിശുദ്ധ ദീൻ പത്തരമാറ്റ് സുന്നിയാണ്. ഇബ്നു തൈമിയക്കെതിരെ രംഗത്ത് വന്ന പണ്ഡിതന്മാരെയാണ് അയാൾ എണ്ണിയത്. ഇസ്മായിലുൽ ഹിഖി തങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ, അതുപോലെ തന്നെയുള്ള പണ്ഡിതന്മാർ, അവര് പറഞ്ഞിടത്ത് നമ്മളുണ്ട് എന്ന് ഈ പേരോടിനും അറിയാം. എന്നിട്ട് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നും ബേജാറാകണ്ട, കുരുവട്ടൂരിയാൾ ഇങ്ങനെ പേടിപ്പിക്കും, നിങ്ങൾ ധൈര്യത്തിൽ നിൽക്കിയെന്ന്. ആ ധൈര്യം കൊടുക്കുകയാണ്. പേരോടിനെ അങ്ങോട്ട് സമ്മേളനത്തിൽ എത്തിക്കണമല്ലോ, വേഗം കൊണ്ടുപോയിക്കോളി ചെങ്ങായിമാർ ആചാര്യ സാധനങ്ങളെ. നസീർ അസേരി മറ്റേ ആൾ മരുവനും കൂടിയാണല്ലോ, സാറായിട്ടുണ്ട്. രണ്ടാളും കൂടി കൂടിയിട്ട് ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയാണ്. ഒന്നുകൂടി ആളെന്നെ പറയട്ടെ. കുരുവട്ടൂർ നൗഷാദിന് മറുപടി പറയണമെങ്കിൽ അഹ്ലുസുന്നയുടെ കിതാബ് നോക്കണം. അങ്ങനെയാണ് തപ്പി 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 പേരോട് അവസാനം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമിന്റെയും ഒക്കെ കിതാബിലേക്ക് പതുക്കെ വരുന്നത്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും ചിലരൊക്കെ പഠിച്ചാൽ നന്നാവും. ഓറിയന്റലിസ്റ്റുകൾ മനസ്സിലായാണ് പറയുന്നത്. അത് ഞമ്മക്ക് മറുപടി പറയണമെങ്കിൽ ഇബ്നു ഹജർ തങ്ങളെ കിതാബ് നോക്കിയാൽ കിട്ടൂല. കാരണം ഇബ്നു ഹജർ നമ്മൾ ഒന്നാണ്, സുബ്കി ഇമാമിന്റെ കിതാബ് നോക്കിയാൽ കിട്ടൂല. നമ്മൾ പറയുന്ന ഒന്നാണ്. ഓം പറഞ്ഞ അഹ്ലുസുന്ന ഏതാ? KJയുടെ പുറത്തെ എഴുതിയ അഹ്ലുസുന്നയാണ്. ഏത്? മുജാഹിദിന്റെ അഹ്ലുസുന്ന. അയാളെ കിതാബ് കിട്ടിയാലല്ലേ നമുക്ക് മറുപടി ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞമ്മക്ക് മറുപടി പറയണമെങ്കിൽ അതിന് ഇബ്നു തൈമിയന്റെ കിതാബ് നോക്കണം. അതിനാണ് പേരോട് ഏത് നോക്കാൻ തുടങ്ങിയത്? ഇബ്നു തൈമിയന്റെ കിതാബ് നോക്കിയപ്പോൾ ഇബ്നു തൈമിയ ഏറ്റവും നല്ല തൗബ ചെയ്തോളുമായി. അയാളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഉറപ്പില്ലാതെയായി. ഇതുണ്ടായത്. എന്നിട്ട് അയാൾ ധൈര്യത്തിൽ പറഞ്ഞു കൊടുക്കട്ടെ, ഒന്നും പേടിക്കണ്ട കേട്ടോ. കുരുവട്ടൂരാൾ വെറുതെ ഇങ്ങനെ പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഉഷാറായിട്ട് ഇബ്നു തൈമിയന്റെ മദ്ഹ് പറയും. പറഞ്ഞോട്ടെ ഒന്നുകൂടി. നല്ലത്.
നിങ്ങൾ നൗഷാദ് ഹസനി അങ്ങനെ പറയും, കുരുവട്ടൂരികൾ നമ്മളെ പരിഹസിക്കും, കാന്തപുരത്തിന്റെ ഭക്തന്മാരായ കുറെ ആളുകളുടെ സപ്പോർട്ട് നമുക്ക് ഇല്ലാതാവും. ആ പേടിയിലൊന്നും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ ഇസ്സത്തോടു കൂടി അഹ്ലുസുന്നത്ത് വിളിച്ചു പറയാൻ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടൂല. ഹിറക്കലിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അസ്ലിം തസ്ലം, മുസ്ലിമായ രക്ഷപ്പെടും, മുസ്ലിമായ കുടുങ്ങലല്ല, മുസ്ലിമായ നഷ്ടപ്പെടും എന്നല്ല പറഞ്ഞത്, അസ്ലിം തസ്ലം എന്നാ പറഞ്ഞത്. നിങ്ങൾ രക്ഷപ്പെടാനാണ്, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് അധികാരം വേണോ, നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ വേണോ, ശിഷ്യന്മാർ വേണോ, സമ്പത്ത് വേണോ, ഒന്നും നഷ്ടപ്പെടില്ല. അസ്ലിം തസ്ലിം അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒന്നല്ലെങ്കിൽ വേറൊന്ന് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ഉള്ള ആ കസേര തന്നെ കിട്ടണമെന്ന് നിർബന്ധം. ഏതെങ്കിലും കസേര കിട്ടിയ പോരെ. അപ്പൊ ദുന്യാവ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ആ പേടി പോലും നിങ്ങൾക്ക് വേണ്ടതില്ല. പരലോകത്ത് ഏതായാലും പേടിക്കേണ്ടി വരൂല. അവിടെ ഹിസാബ് പോലും ഇല്ല, നരകത്തിലേക്കാണല്ലോ. പേടിക്കാൻ പോലും സമയം കിട്ടൂല. അവിടെ സീറ്റ് ഇവിടെ ഉണ്ട് എന്നാ പറയുന്നത്. ഉറപ്പിച്ചു പോരി, ഓഫറാണ്. കൊണ്ടുപോയി ചങ്ങായിമാരെ ഈ ആദി ഷെറ് മുസീബത്തിനെ. ഞങ്ങൾക്ക് വേണ്ടത് ദുനിയാവിലെ സീറ്റല്ല, നിങ്ങളുടെ ജോലിയുമല്ല. ഞങ്ങൾക്ക് വേണ്ടത് മശായിഖിന്റെ പൊരുത്തമാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്, ആഖിറത്തിലെ വിജയമാണ്. ഇതിന് മശായിഖിന്റെ കൂടെ തന്നെ നിൽക്കണം. ആ നിൽപ്പാണ് ഇസ്മായിലുൽ ഹിഖി തങ്ങൾ നിന്നത്. ആ നിൽപ്പാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ നിന്നത്. അതാണ് നമ്മുടെ അയിമ്മത്ത് മുഴുവനും നിന്നത്. ഇബ്നു തൈമിയുടെ വാദങ്ങളെ ശരിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദുനിയാവും വേണ്ടാന്ന് ധൈര്യമായി വിളിച്ചു പറയുന്ന സംഘമാണ് സാവിയത്തു സൂഫിയ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഓഫർ കൊടുത്ത് എല്ലാം കൊടുത്ത് കൊണ്ടുപോയി KNM-ന്റെ ഓഫീസിലിട്ട് പൂട്ടിയണോ അയാളെ? എന്തിനീ മുസീബത്ത് താങ്ങണം മുസ്ലിമീങ്ങൾ? ഒന്നുകൂടി പറയുന്നുണ്ട്, ഇനി മുജാഹിദിലേക്കൊന്നും വരണമെന്നില്ല. കാന്തപുരം പോയ അതേ കസേരയിൽ നിങ്ങളാളോ ഇരിക്കാള്, ആ കസേര നന്നാക്കി ഒന്നിരുന്നാൽ മതി. അത് കണ്ടിട്ടാളോ ഞങ്ങൾ മുമ്പേ പോന്നത്? ഈ കസേര നാശാക്കണ കുണ്ടന്മാര് വരുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ് ശൈഖുനന്റെ കൂടെ ഞങ്ങൾ പോയത്. ചെക്കന്മാരെ ഞങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? അതിന്റെ കാരണതാണ്. ഒന്നുകൂടി ആൾ തന്നെ പറഞ്ഞോട്ടെ. അധ്വാനിച്ചു. പക്ഷേ ആ അധ്വാനം ഇപ്പോൾ അദ്ദേഹത്തിന് ഉപദ്രവമല്ല, ഉപകാരമായി ഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമായ ഉപകാരത്തിൽ കലാശിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജ്, അദ്ദേഹത്തിന് ഇപ്പോൾ കാന്തപുരത്തിന്റെ കാലശേഷം ആ കസേരയിൽ ഇരിക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഇരുന്നോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാന്തപുരത്തിന്റെ കസേരയോട് നമുക്ക് ജന്മശത്രുതയൊന്നുമില്ല. ആ കസേര നന്നാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ കസേരയിൽ ഒരുത്തൻ കയറി ഇരുന്നത് അവിടെ നന്നാക്കിയാൽ അതാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് കാന്തപുരത്തിന്റെ കസേര കൈയടക്കി ആ കസേര വൃത്തികേടായ കസേര നന്നാക്കി തേച്ച് മിനുക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി നന്നായിട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ ജമാഅത്തിനും മുജാഹിദിനും ഒന്നും പ്രസക്തിയില്ല. നമുക്കിപ്പോ ജമാഅത്തും മുജാഹിദും ഇവിടെ കാലാകാലം പ്രസക്തമായി നിൽക്കണം എന്നുള്ള നിർബന്ധമില്ല. നമുക്കിപ്പോ ഇത്രയേ ഉള്ളൂ, സംശുദ്ധമായ ഒരു തൗഹീദും ദീനും സുന്നത്തും ഇവിടെ നിലനിൽക്കണം. അത് കാന്തപുരത്തിന്റെ കസേരയിലാരും വേണ്ടില്ല, ചാളാരിക്കാരെ കസേരയിലും വേണ്ടില്ല, മുജാഹിദിന്റെ കസേരയിലും വേണ്ടില്ല, ജമാഅത്തിന്റെ കസേരയിലും വേണ്ടില്ല. നമുക്ക് ഈ സംഘടനാ ലേബിളിലൊന്നും ഒരു താല്പര്യം വാശിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കസേര വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പേരോട് നടത്തുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പൊ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കാര്യത്തിൽ ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്, അപ്പൊ നല്ല ഒരു കസേരക്ക് വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അന്ന് തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ അന്ന് തന്നെ ഈ മറുപടി പറയണ്ട എന്നുള്ള അസുഖം തുടങ്ങിയല്ലോ നമ്മളുടെ കാലത്ത് തന്നെ. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് പോക്ക് വേറെയാണ്. എല്ലാ മശായിഖന്മാരെയും നിങ്ങൾ എതിർത്തു. ഏതൊക്കെ മശായിഖന്മാര് വന്നോ അവരൊക്കെ നിങ്ങൾ എതിർത്തു. മാത്രമല്ല ഹക്കായ ദീനിനെതിരിൽ നിങ്ങൾ ഒന്നിച്ചു നീക്കാൻ തുടങ്ങി. ഞങ്ങൾ സംശയിക്കുന്നത് നസീർ അസ്ഹരിയും പേരോടും ഒന്നിച്ചിരുന്നിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്.